ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് ആണ്. ഡിറ്റർമിനൻസ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാമെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് പഠിക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി, ഡിറ്റർമിനന്റ് ഓഫ് എ is equal to determinant of A transpose. Determinant of A is equal to determinant of A transpose. മെട്രിക്സിന്റെ ഡിറ്റർമിനന്റും അതിന്റെ ട്രാൻസ്പോസിന്റെ ഡിറ്റർമിനന്റും ഈക്വൽ ആണ് എന്നാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ A is equal to മെട്രിക്സ് 3 -2 4 1 2 1 0 1 -1. Determinant 3 -2 4 1 2 1 0 1 -1. ഇതെങ്ങനെയാണ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഏതെങ്കിലും റോ യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഏതെങ്കിലും കോളം യൂസ് ചെയ്തോ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കാം. ഇപ്പം ഈ ക്വസ്റ്റ്യന് ഞാൻ ഇവിടെ ഫസ്റ്റ് റോ യൂസ് ചെയ്താണ് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് റോ അതായത് R1 യൂസ് ചെയ്താണ് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം എങ്ങനെയാണ്? R1ലെ ഓരോ എലമെന്റ്സും എടുക്കണം. എങ്ങനെയാണ്? ഫസ്റ്റ് എലമെന്റ് ഏതാണ്? 3. ആ റോയും ആ കോളവും എലിമിനേറ്റ് ചെയ്യും. അപ്പൊ എന്ത് വരും? മിച്ചം 2 1 1 -1 മൈനസ്. ഫസ്റ്റ് റോ യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ സൈൻസ് ഏതൊക്കെ ആയിരിക്കും? പ്ലസ് മൈനസ് പ്ലസ് ആയിരിക്കുമല്ലോ. -2 എന്ന് വരും. അപ്പൊ എത്രയായിരിക്കും? +2 ആയിരിക്കും. ഇൻറ്റു ഡിറ്റർമിനന്റ് ആ റോയും ആ കോളവും എലിമിനേറ്റ് ചെയ്യും. അപ്പൊ എന്ത് വരും? 1 1 0 -1 പ്ലസ് എന്താണ്? 4 ആണ്. 4 ഇൻറ്റു ആ റോയും ആ കോളവും എലിമിനേറ്റ് ചെയ്യും. 1 2 0 1 വരും. 1 2 0 1. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 3 ഇൻറ്റു ഡിറ്റർമിനന്റ് 2 ഇൻറ്റു -1 -2 -2 -1 -3 പ്ലസ് 2 ഇൻറ്റു 1 ഇൻറ്റു -1 -1 -0 plus 4 into 1 into 1 1 minus 0 into 2 0 is equal to 3 into -3 -9 plus 2 into -1 -2 plus 1 minus 0 1 അപ്പോൾ 4 into 1 4 is equal to -9 -2 -11 -11 plus 4 -7. ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ എന്താണ്? -7 എന്നാണ് കിട്ടിയത്. നമുക്ക് കിട്ടിയ വാല്യൂ ഡിറ്റർമിനന്റ് A is equal to -7 എന്നാണ്. A ട്രാൻസ്പോസിന്റെ ഡിറ്റർമിനന്റ് -7 തന്നെയാണോ എന്ന് നോക്കാം. A ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? റോയും കോളവും ഇന്റർചേഞ്ച് ചെയ്യാല്ലേ. ഇപ്പൊ എന്താണ്? ഫസ്റ്റ് റോ എന്നുള്ളത് ഫസ്റ്റ് കോളം ആകും, സെക്കൻഡ് റോ എന്നുള്ളത് സെക്കൻഡ് കോളം ആകും, തേർഡ് റോ എന്നുള്ളത് തേർഡ് കോളം ആകും. ഇനി ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? 3 ഇൻറ്റു ഫസ്റ്റ് റോ യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാം. എന്താണ്? 3 ഇൻറ്റു ആ റോയും ആ കോളവും എലിമിനേറ്റ് ചെയ്തപ്പോൾ എന്താണ്? 2 1 1 -1 പ്ലസ് മൈനസ് പ്ലസ് എന്നായിരുന്നല്ലോ സയൻസ് വരുന്നത്. അപ്പൊ എന്താണ്? -1 ഇൻറ്റു ആ റോയും ആ കോളവും എലിമിനേറ്റ് ചെയ്തപ്പോൾ എന്താണ്? ഡിറ്റർമിനന്റ് -2 1 4 -1 പ്ലസ് 0 ഇൻറ്റു ആ റോയും ആ കോളവും എലിമിനേറ്റ് ചെയ്ത് 0 ഇൻറ്റു എനി നമ്പർ എത്രയാണ്? 0 ആണ്. അതുകൊണ്ട് ആ ടേം എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? 3 ഇൻറ്റു ക്രോസ് ചെയ്യുമ്പോൾ എന്താണ്? 2 ഇൻറ്റു -1 -2 -2 -1 -3 minus 1 into -2 -1 2 minus 4 into 1 4 plus 0 3 into -3 -9 minus 2 -4 -2 വരും. -1 into -2 plus 2 -9 plus 2 -7. എന്ത് കിട്ടി? ഡിറ്റർമിനന്റ് ഓഫ് A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് -7 എന്ന് കിട്ടി. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? ഡിറ്റർമിനന്റ് ഓഫ് A എന്ന് പറയുന്നതും ഡിറ്റർമിനന്റ് ഓഫ് A ട്രാൻസ്പോസ് എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും.
ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റും അതിന്റെ ട്രാൻസ്പോസിന്റെ ഡിറ്റർമിനന്റും എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഫസ്റ്റ് പ്രോപ്പർട്ടി സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണ്? ദ വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ് ഇഫ് ഇറ്റ്സ് റോ ആൻഡ് കോളം ആർ ഇന്റർചേഞ്ച്ഡ്. The value of determinant remains unchanged if its row and column are interchanged. റോയും കോളവും ഇന്റർചേഞ്ച് ചെയ്യുന്നത് എപ്പോഴാണ്? ട്രാൻസ്പോസ് എടുക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റും അതിന്റെ ട്രാൻസ്പോസിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. സെക്കൻഡ് പ്രോപ്പർട്ടി സ്റ്റേറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും രണ്ട് റോസ് അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് കോളംസ് ഇന്റർചേഞ്ച് ചെയ്താൽ അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത് സൈൻ ചേഞ്ച് ആകും. ഡിറ്റർമിനന്റിന്റെ സൈൻ ചേഞ്ച് ആകും. ഏതെങ്കിലും രണ്ട് റോസ് അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് കോളംസ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് സൈൻ ചേഞ്ച് ചെയ്തുള്ള ആൻസർ ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിൾ തന്നെ നോക്കാം. ഇതിന്റെ ഡിറ്റർമിനന്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എത്രയാണ്? -7 ആണ് ഇതിന്റെ വാല്യൂ. ഇനി എന്താണ്? ഏതെങ്കിലും രണ്ട് റോസ് അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് കോളംസ് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിറ്റർമിനന്റ് വാല്യൂ എത്രയാണെന്ന് നോക്കാം. നമുക്കിവിടെ R1നെയും R2നെയും ഇന്റർചേഞ്ച് ചെയ്യാം. R1 ഇന്റർചേഞ്ച് R2. R1 ഇന്റർചേഞ്ച് R2 വരുമ്പോൾ എന്താണ്? ഫസ്റ്റ് റോ എന്നുള്ളത് സെക്കൻഡ് റോ ആകും, സെക്കൻഡ് റോ എന്നുള്ളത് ഫസ്റ്റ് റോ ആകും. എന്താണ്? 1 2 1 3 -2 4 0 1 -1. ഡിറ്റർമിനന്റ് വാല്യൂ എന്താണ്? നമുക്ക് ഫസ്റ്റ് റോ യൂസ് ചെയ്ത് തന്നെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പം എന്ത് വരും? 1 ഇൻറ്റു ആ റോയും ആ കോളവും എലിമിനേറ്റ് ചെയ്യും. അപ്പം എന്ത് വരും? -2 4 1 -1 മൈനസ് നെക്സ്റ്റ് എലിമെന്റ് ഏതാണ്? 2 ഇൻറ്റു ആ റോയും ആ കോളവും എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്? 3 4 0 -1 3 4 0 -1 ആയിരിക്കും. പ്ലസ് തേർഡ് എലിമെന്റ് ഏതാണ്? 1 ഇൻറ്റു ആ റോയും ആ കോളവും എലിമിനേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? 3 -2 0 1. ഇതിന്റെ ആൻസർ എന്ത് വരും? 1 ഇൻറ്റു -2 ഇൻറ്റു -1 2 മൈനസ് 4 ഇൻറ്റു 1 4 മൈനസ് 2 ഇൻറ്റു 3 ഇൻറ്റു -1 -3 മൈനസ് 0 ഇൻറ്റു 4 0 plus 1 into 3 into 1 3 minus 0 into -2 0 is equal to 2 minus 4 minus 2 into 1 -2 minus -3 minus 0 -3 into -2 plus 6 plus -0 3 into 1 3 -2 plus 6 4 4 plus 3 7. R1ഉം R2ഉം ഇന്റർചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഡിറ്റർമിനന്റ് വാല്യൂ എന്തായിരുന്നു? -7 ആയിരുന്നു. R1ഉം R2ഉം ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡിറ്റർമിനന്റ് വാല്യൂ എന്തായി? 7 ആയി. നമ്മുടെ ആൻസർ നെഗറ്റീവ് ആയിരുന്നത് പോസിറ്റീവ് ആൻസർ ആയി. അപ്പോൾ സൈൻ ഇവിടെ ചേഞ്ച് ചെയ്തു. നെഗറ്റീവ് ആയിരുന്നത് പോസിറ്റീവ് ആയി. അപ്പോൾ പോസിറ്റീവ് ആൻസർ ആയിരുന്നെങ്കിൽ നെഗറ്റീവ് ആൻസർ ആയിരിക്കും. റോ അല്ലെങ്കിൽ കോളം ഇന്റർചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പം സെക്കൻഡ് പ്രോപ്പർട്ടി സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണ്? If any two rows or columns of a determinant are interchanged, then sign of determinant changes. If any two rows or columns of a determinant are interchanged, then sign of determinant changes. തേർഡ് പ്രോപ്പർട്ടി എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? ഏതെങ്കിലും രണ്ട് റോസ് അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് കോളംസ് ഐഡന്റിക്കൽ ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്നാണ്. ഏതെങ്കിലും രണ്ട് റോസ് അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് കോളംസ് ഐഡന്റിക്കൽ ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇപ്പൊ ഈ എക്സാമ്പിൾ നോക്കിയാൽ ഫസ്റ്റ് റോയും തേർഡ് റോയും സെയിം ആണ്. R1ഉം R3യും ഐഡന്റിക്കൽ ആണ്. ഐഡന്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കറസ്പോണ്ടിങ് എലമെന്റ്സ് സെയിം ആണ്. R1 എന്ന് പറയുന്നത് 3 1 3 ആണ്. R3 എന്ന് പറയുന്നത് 3 1 3 ആണ്. അപ്പോൾ R1ഉം R3യും ഐഡന്റിക്കൽ ആണ്. R1ഉം R3യും ഐഡന്റിക്കൽ ആയതുകൊണ്ട് ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് റോ യൂസ് ചെയ്ത് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എന്താണ്? 3 ഇൻറ്റു ആ റോയും ആ കോളവും എലിമിനേറ്റ് ചെയ്ത് 4 6 1 3 മൈനസ്
1 ഇൻറ്റു ആ റോയും ആ കോളവും എലിമിനേറ്റ് ചെയ്തപ്പോൾ എന്ത് വരും? 2 6 3 3. അടുത്ത എലമെന്റ് ഏതാണ്? 3 ആണ്. അപ്പം പ്ലസ് 3 ഇൻറ്റു ആ റോയും ആ കോളവും എലിമിനേറ്റ് ചെയ്ത് എന്താണ്? 2 4 3 1 is equal to എന്താണ്? 3 ഇൻറ്റു 4 ഇൻറ്റു 3 12 minus 1 into 6 6 minus 1 into 2 into 3 6 minus 3 into 6 18 plus 3 into 2 into 1 2 minus 3 into 4 12. Then the 3 into 12 minus 6 6 minus 1 into 6 minus 18 minus 12 plus 3 into 2 minus 10 minus 10. Then 3 into 6 18 minus 1 into minus 12 plus 12. 3 into minus 10 minus 30. 18 plus 12 30. 30 minus 30 0. ഏതെങ്കിലും രണ്ട് റോസ് അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് കോളംസ് ഐഡന്റിക്കൽ ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. If any two rows or columns of a determinant are identical, then the value of determinant is 0. If any two rows or columns of a determinant are identical, then value of determinant is 0. Identical means all corresponding elements are same. അടുത്ത ഫോർത്ത് പ്രോപ്പർട്ടി എന്താണ്? ഫോർത്ത് പ്രോപ്പർട്ടി സ്റ്റേറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും റോ അല്ലെങ്കിൽ ഏതെങ്കിലും കോളത്തിനെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താണ് അവിടെ വരുന്നത് ചേഞ്ച് എന്നാണ്. നമുക്ക് ഈ എക്സാമ്പിൾ കൂടെ പ്രോപ്പർട്ടി 4 നോക്കാം. ഫസ്റ്റ് റോയിനെ നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ 5 എന്ന കോൺസ്റ്റന്റ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ r1 ചേഞ്ചസ് ടു 5 r1 ചെയ്ത് നോക്കാം. അപ്പം എന്ത് വരും? ഡിറ്റർമിനന്റ് A is equal to ഫസ്റ്റ് റോയിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വരും 5 into 3 15 5 into minus 2 minus 10 5 into 4 20. സെക്കൻഡ് റോയ്ക്കും തേർഡ് റോയ്ക്കും ചേഞ്ച് ഇല്ല. അപ്പം എന്താണ്? അത് അതേപോലെ എഴുതാം. ഇതിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ ചെയ്യാം. എന്ത് വരും? ഫസ്റ്റ് റോ യൂസ് ചെയ്ത് തന്നെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അപ്പം എന്താണ്? 15 ഇൻറ്റു ആ റോയും ആ കോളവും എലിമിനേറ്റ് ചെയ്യും 2 1 1 minus 1 മൈനസ് അടുത്ത എലമെന്റ് ഏതാണ്? -10. മൈനസും മൈനസും പ്ലസ് ആകും. ആ റോയും ആ കോളം എലിമിനേറ്റ് ചെയ്യും. എന്താണ്? 1 1 0 minus 1. ദെൻ അടുത്ത എലമെന്റ് ഏതാണ്? 20. പ്ലസ് 20 ഇൻറ്റു ആ റോയും ആ കോളം എലിമിനേറ്റ് ചെയ്ത് എന്താണ്? 1 2 0 1. എന്ത് വരും? 15 ഇൻറ്റു 2 into minus 1 minus 2 minus 1 into 1 1 plus 10 into 1 into minus 1 minus 1 minus 0 plus 20 into 1 into 1 1 minus 0 into 2 0 is equal to 15 into minus 2 minus 1 minus 3 plus 10 into minus 1 minus 0 minus 1 plus 20 into 1 20 into minus 3 minus 45 plus 10 into minus 1 minus 10 plus 20 minus 45 minus 10 minus 55 minus 55 plus 20 minus 35. എന്താണ്? ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് -7 ആയിരുന്നു. ഫസ്റ്റ് റോയിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടിയ ഡിറ്റർമിനന്റ് വാല്യൂ എത്രയാണ്? -35 ആണ്. ഡിറ്റർമിനന്റ് A into 5 എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? -7 into 5 -35. അത് തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയ വാല്യൂ. അപ്പം എന്താണ് ഫോർത്ത് പ്രോപ്പർട്ടി സ്റ്റേറ്റ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു റോനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളത്തിനെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് അതിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂവിനെ ആ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്രയാണോ അതായിരിക്കും എന്നാണ്. ഈ കേസിൽ നമ്മൾ ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ -7 ആയിരുന്നു. എയിലെ ഫസ്റ്റ് റോയിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് ആൻസർ -35 എന്നാണ് കിട്ടിയത്. -7 into 5 എന്ന് പറയുന്നത് -35 ആണ്. ഇവിടെ
ഒരു റോയിനെ അല്ലെങ്കിൽ ഒരു കോളത്തിനെ നമ്മൾ ഒരു കോൺസ്റ്റന്റ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത് ആ കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസർ ആയിരിക്കും എന്നാണ് ഫോർത്ത് പ്രോപ്പർട്ടി സ്റ്റേറ്റ് ചെയ്യുന്നത്. Fourth property state ചെയ്യുന്നത് എന്താണ്? If each element of a row or a column of determinant is multiplied by a constant k, then its value get multiplied by k. Each element of a row or a column of a determinant is multiplied by the constant k, then its value get multiplied by k. ഇവിടെ എന്താണ്? ഫസ്റ്റ് റോയിൽ സം ഓഫ് ടു ടേംസ്, രണ്ട് ടേംസിന്റെ സം ആയിട്ടാണ് കിടക്കുന്നത്. a1 പ്ലസ് ലാംഡ 1, a2 പ്ലസ് ലാംഡ 2, a3 പ്ലസ് ലാംഡ 3, രണ്ട് ടേംസിന്റെ സം ആയിട്ടാണ് കിടക്കുന്നത്. ടേംസിന്റെ സം ആണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഡിറ്റർമിനന്റിനെ രണ്ട് ഡിറ്റർമിനന്റ് സം ആക്കി എഴുതാൻ പറ്റും. ഇനി ഏതെങ്കിലും റോയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കോളത്തിൽ മൂന്ന് ടേംസിന്റെ സം ആയിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്കതിനെ എന്ത് ചെയ്യാം? മൂന്ന് ഡിറ്റർമിനൻസിന്റെ സമ്മായിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു റോ ഫുൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളം ഫുൾ ആയിരിക്കണം സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്തിരിക്കണം. ഇവിടെ ഫസ്റ്റ് റോയിൽ ഫുള്ളാണ്, രണ്ടെണ്ണത്തിന്റെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡിറ്റർമിനന്റിനെ രണ്ട് ഡിറ്റർമിനൻസിന്റെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അത് a1 പ്ലസ് ലാംഡ 1, a2 പ്ലസ് ലാംഡ 2, a3 പ്ലസ് ലാംഡ 3 എന്നാണ് തന്നിരിക്കുന്ന ഡിറ്റർമിനന്റിലെ ഫസ്റ്റ് റോ. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഡിറ്റർമിനന്റ് രണ്ട് ഡിറ്റർമിനന്റിന്റെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്തു. എങ്ങനെയാണ്? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് ടേംസ് എല്ലാം കൂടെ ഫസ്റ്റ് റോ ആക്കിക്കൊണ്ട് ഒരു ഡിറ്റർമിനന്റും സെക്കൻഡ് ടേംസ് എല്ലാം കൂടെ റോ ആക്കിക്കൊണ്ട് വേറൊരു ഡിറ്റർമിനന്റും, ഈ രണ്ട് ഡിറ്റർമിനന്റും സമ്മായിട്ട് വൺ ഡിറ്റർമിനന്റിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ എന്താണ്? A determinant A B C, A plus X, B plus Y, C plus Z, X Y Z. ഇവിടെ എന്താണ്? സെക്കൻഡ് റോയിനെ രണ്ട് ടേംസിന്റെ സം ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് റോയിനെ രണ്ട് ടേംസിന്റെ സം ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? രണ്ട് ഡിറ്റർമിനൻസിന്റെ സം ആയിട്ട് എക്സ്പ്രസ് ചെയ്ത് എഴുതാം. എങ്ങനെയാണ്? ഇസ് ഇക്വൽ ടു ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഇല്ലല്ലോ, A B C. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് ടേംസ് ഏതൊക്കെയാണ്? A B C ആണ്. അപ്പം നമുക്കത് അതേപോലെ എഴുതാം, A B C. തേർഡ് റോയ്ക്കും ചേഞ്ച് ഇല്ല, X Y Z പ്ലസ്. ഇനി അടുത്ത ഡിറ്റർമിനന്റ് എങ്ങനെയാണ്? ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഇല്ല. സെക്കൻഡ് റോ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സെക്കൻഡ് റോയിലെ സെക്കൻഡ് ടേംസ് ആയിരിക്കും വരുന്നത്. ഏതൊക്കെയാണ്? X Y Z. തേർഡ് റോയ്ക്കും ചേഞ്ച് ഇല്ല, X Y Z. ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്യാലോ. എന്താണ് ഇവിടെ? എന്താണ്? ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും ഐഡന്റിക്കൽ ആണ്, A B C തന്നെയാണ്. ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഇവിടെ എന്താണ്? സെക്കൻഡ് റോയും തേർഡ് റോയും ഐഡന്റിക്കൽ ആണ്, X Y Z തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. യൂസിങ് ഏത് പ്രോപ്പർട്ടി? നമ്മൾ തേർഡ് പ്രോപ്പർട്ടിയിൽ പഠിച്ചായിരുന്നു. രണ്ട് റോസ് അല്ലെങ്കിൽ രണ്ട് കോളംസ് ഐഡന്റിക്കൽ ആയിട്ട് വരുവാണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ 0 + 0 0 ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. Property 5. Property 5 state ചെയ്യുന്നത് എന്താണ്? If some or all elements of a row or columns of a determinant are expressed as sum of two or more terms, then the determinant can be expressed as sum of two or more determinants. If some or all elements of a row or column of a determinant are expressed as a sum of two or more terms, then determinant can be expressed as sum of two or more determinants. ഏതെങ്കിലും ഒരു റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളത്തിന്റെ എല്ലാ എലമെന്റ്സിന്റെയും EQ മൾട്ടിപ്പിൾസ് വേറൊരു റോ ആയിട്ടോ അല്ലെങ്കിൽ വേറൊരു കോളം ആയിട്ടോ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എടുത്താലും ഡിറ്റർമിനന്റിന് ചേഞ്ച് ഒന്നും വരത്തില്ല എന്നാണ് പ്രോപ്പർട്ടി 6 സ്റ്റേറ്റ് ചെയ്യുന്നത്. If 2 each element of any row or column of a determinant is the EQ multiples of corresponding elements of other row or column are added, then the value of determinant remains same. That is, the value of determinant retains same if we apply the operations. Ri changes to Ri plus KRJ or Ci changes to Ci plus KCJ. എന്താണ് സിക്സ്ത് പ്രോപ്പർട്ടി സ്റ്റേറ്റ് ചെയ്യുന്നത്? Ri ചേഞ്ചസ് ടു Ri plus KRJ എന്ന് പറയുന്നത്
സി ഐ ചേഞ്ചസ് ടു സി ഐ പ്ലസ് കെ സി എലമെൻ്ററി ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാലും ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂവിൻ്റെ ചേഞ്ച് ഒന്നും വരത്തില്ല എന്ന്. നമ്മൾ ഓൾറെഡി ചെയ്ത ഈ മെട്രിക്സിൻ്റെ ഈ എലമെൻ്ററി ഓപ്പറേഷൻ നമുക്ക് ചെയ്ത് നോക്കാം. ഇനി ഈ മെട്രിക്സിന് നമുക്ക് എലമെൻ്ററി ഓപ്പറേഷൻ ചെയ്യാം. ഈ എലമെൻ്ററി ഓപ്പറേഷൻ R1 ചേഞ്ചസ് ടു R1 പ്ലസ് 5R2 എന്ന എലമെൻ്ററി ഓപ്പറേഷൻ ചെയ്യാം. അപ്പോൾ എന്ത് വരും? A is equal to ഫസ്റ്റ് റോയ്ക്കാണ് ചേഞ്ച് ഉള്ളത്. എന്താണ്? R1 പ്ലസ് 5R2. ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെന്റ് ഏതാണ്? 3. അപ്പോൾ 3 പ്ലസ് 5 ഇൻറ്റു കറസ്പോണ്ടിങ് R2ലെ എലമെന്റ് ഏതാണ്? 1 ആണ്. അപ്പോൾ 5 ഇൻറ്റു 1 ഇൻറ്റു 1 5. അപ്പോൾ 3 പ്ലസ് 5 എന്ന് വരും. എത്രയാണ്? 3 പ്ലസ് 5 8 വരും. R1ലെ നെക്സ്റ്റ് എലമെന്റ് ഏതാണ്? -2 ആണ്. അപ്പോൾ -2 പ്ലസ് 5 ഇൻറ്റു R2ലെ കറസ്പോണ്ടിങ് എലമെന്റ് 2 is equal to എന്താണ്? 5 ഇൻറ്റു 2 10. അപ്പോൾ -2 പ്ലസ് 10 എന്ന് വരും. -2 പ്ലസ് 10 എത്രയാണ്? 8 ആണ്. അടുത്ത ഏതാണ്? 4 ആണ്. 4 പ്ലസ് 5 ഇൻറ്റു R2ലെ കറസ്പോണ്ടിങ് എലമെന്റ് 1. 4 പ്ലസ് 5 ഇൻറ്റു 1. 5 ഇൻറ്റു 1 5. 5 പ്ലസ് 4 9. ഫസ്റ്റ് റോ ചേഞ്ച് ചെയ്യുന്നത് എന്തായി? 8 8 9. സെക്കൻഡ് റോയ്ക്കും തേർഡ് റോയ്ക്കും ചേഞ്ച് ഇല്ല. 0 1 -1. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. എൻ്റെ ഡിറ്റർമിനൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഏതെങ്കിലും റോ യൂസ് ചെയ്ത് നമുക്ക് എക്സ്പാൻഡ് റോ യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ എന്താണ്? 8 ഇൻറ്റു ആ റോയും ആ കോളും എലിമിനേറ്റ് ചെയ്തപ്പോൾ എന്താണ്? 2 1 1 -1 എന്നുള്ള ഡിറ്റർമിനൻറ്റ് വരും. 2 1 1 -1 എന്നുള്ള ഡിറ്റർമിനൻറ്റ് വരും. മൈനസ് ഫസ്റ്റ് റോ യൂസ് ചെയ്താകുമ്പോൾ എന്താണ്? പ്ലസ് മൈനസ് പ്ലസ് എന്നായിരിക്കുമല്ലോ. -8 ഇൻറ്റു ആ റോയും ആ കോളും എലിമിനേറ്റ് ചെയ്ത് അപ്പോൾ എന്തൊക്കെയാണ്? 1 1 0 -1 പ്ലസ് 9 ഇൻറ്റു ആ റോയും ആ കോളും എലിമിനേറ്റ് ചെയ്ത് എന്താണ്? 1 2 0 1. അപ്പോൾ എന്ത് വരും? 8 ഇൻറ്റു ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താണ്? 2 ഇൻറ്റു -1 -2 -1 ഇൻറ്റു 1 1. അപ്പം -2 -1 എന്ന് വരും. അത് എത്രയാണ്? -3 മൈനസ് 8 ഇൻറ്റു 1 ഇൻറ്റു -1 -1 0 ഇൻറ്റു 1 0. അപ്പം -1 -0 -1 പ്ലസ് 9 ഇൻറ്റു 1 ഇൻറ്റു 1 1 മൈനസ് 0 ഇൻറ്റു 2 0. അപ്പോൾ 1 ഇൻറ്റു 1 1 ആയിരിക്കും ആൻസർ വരും. ഇതിൻ്റെ ആൻസർ എന്താണ്? 8 ഇൻറ്റു -3 -24 -8 ഇൻറ്റു -1 പ്ലസ് 8 9 ഇൻറ്റു 1 9 പ്ലസ് 9 8 പ്ലസ് 9 17. അപ്പോൾ -24 പ്ലസ് 17 എന്ന് വരും. അത് എത്രയാണ്? -7 എലമെന്ററി ഓപ്പറേഷനായ പ്ലസ് 5R2 ചെയ്തതിന് ശേഷം നമുക്ക് ഡിറ്റർമിനന്റ് വാല്യൂ എത്രയാണ് കിട്ടിയത്? -7 എന്നാണ്. അത് തന്നെയാണ് ഓൾറെഡി എലമെന്ററി ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പുള്ള ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത് -7 ആയിരുന്നു. അപ്പോൾ എന്താണ് മനസ്സിലായത്? 1 പ്ലസ് 5R2 എന്ന എലമെന്ററി ഓപ്പറേഷൻ ചെയ്തതിന് ശേഷവും നമ്മുടെ ഡിറ്റർമിനന്റ് വാല്യൂവിന് ചേഞ്ച് ഒന്നുമില്ല. അതാണ് പ്രോപ്പർട്ടി 6ഉം സ്റ്റേറ്റ് ചെയ്യുന്നത്. എന്താണ്? Ri changes to Ri plus K Rg എന്ന എലമെന്ററി ഓപ്പറേഷനോ Ci plus Ci plus K Cj എന്ന എലമെന്ററി ഓപ്പറേഷന് ശേഷമുള്ള ഡിറ്റർമിനന്റ് വാല്യൂവിന് ചേഞ്ച് ഒന്നും വരത്തില്ല എന്നാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിറ്റർമിനൻസിന്റെ പ്രോപ്പർട്ടീസ് ആണ്. താങ്ക് യു ഓൾ.